സാറ് A.K. ആൻ്റണിയുടെ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖം കണ്ടായിരുന്നില്ലേ? സാറേ, ആ ചില ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പം എന്തോ ഒരു ചിലതല്ല, ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ഔട്ട്ഡേറ്റഡ് പൊളിറ്റീഷ്യൻ, എക്സ്പയറായ പൊളിറ്റീഷ്യൻ വെച്ചാൽ കാലം കഴിഞ്ഞ രാഷ്ട്രീയക്കാരൻ എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞു. അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഹി ടേംഡ് യു ആൻ ഔട്ട്ഡേറ്റഡ് ലീഡർ ടോയിങ് ആൻ ഔട്ട്ഡേറ്റഡ് ഐഡിയോളജി. കാലം കഴിഞ്ഞു പോയ ഒരു ലീഡറാണ്, കാലം കഴിഞ്ഞു പോയ ഒരു ആശയത്തെ പിന്തുടരുന്ന ആളാണ്. ആൻ്റണിയുടെ ഉത്തരം നോക്കണം. ഐ സെഡ് വാട്ട് ഐ വാണ്ടഡ് ടു സേ. I am a Congress leader. Let's not discuss it. പൊതുവിൽ ആ ചർച്ച വേണ്ട. ആ ചർച്ച അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു. താനൊരു ഔട്ട്ഡേറ്റഡ് ലീഡറാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുന്നു. ഔട്ട്ഡേറ്റഡ് ഐഡിയോളജി എന്നുള്ള പ്രയോഗവും തെറ്റാണ്. കോൺഗ്രസിനൊരു ഐഡിയോളജി ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അതിനെ വലിയൊരു ആൾക്കൂട്ടം, ഒരു അംബ്രല്ല, വലിയൊരു കുടയ്ക്ക് കീഴിൽ വലിയൊരു ആൾക്കൂട്ടം, അതിൽ പലവിധ താല്പര്യങ്ങളുണ്ട്. അതൊക്കെ ഏറ്റുമുട്ടിയും അത് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ഏർപ്പാടാണ് കോൺഗ്രസ്. അപ്പോൾ ഐഡിയോളജി എന്നുള്ള അനിൽ ആൻ്റണിയുടെ പ്രയോഗം പോലും തെറ്റാണ്. പക്ഷേ ഈ പ്രധാനമായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് ഈ TG നന്ദകുമാറിൻ്റെ അലിഗേഷൻസ് എന്നാണ്. സ്പെസിഫിക്കായ ചോദ്യം. ദ അതർ ഡേ എ സീരിയസ് അലിഗേഷൻ വാസ് റേസ്ഡ് ബൈ TG നന്ദകുമാർ ദാറ്റ് ഡിഫൻസ് സീക്രട്സ് വെയർ ലീക്ഡ് ബൈ യുവർ സൺ അനിൽ ആൻ്റണി വെൻ യു ആർ അറ്റ് ദ ഹെൽം ഓഫ് മിനിസ്ട്രി. അതായത് അനിൽ ആൻ്റണിക്കെതിരെ ഡിഫൻസ് സീക്രട്സ് ചോർത്തിയെടുത്തു എന്നുള്ള ആരോപണം. നിങ്ങൾ മന്ത്രി. ഇൻ ഫാക്ട് ദ അലിഗേഷൻ പോയിന്റ്സ് ഫിംഗേഴ്സ് അറ്റ് യു ദോ ഇറ്റ് വാസ് റേസ്ഡ് അഗൻസ്റ്റ് അനിൽ. അനിലിനെതിരെയാണ് അലിഗേഷൻ എങ്കിലും അത് വന്ന് പതിക്കുന്നത് അങ്ങയുടെ നേർക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ഉത്തരം, ഡോണ്ട് എക്സ്പെക്ട് മീ ടു റെസ്പോണ്ട് ടു സച്ച് അലിഗേഷൻസ്. ഇങ്ങനത്തെ ആരോപണങ്ങൾ വേണ്ട, മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇഫ് നെസസറി, ആവശ്യമെങ്കിൽ ഐ വിൽ സ്പീക്ക് ആഫ്റ്റർ ദ പൂരം ഫയർ വർക്ക്സ്. അതെന്താ? തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഡോണ്ട് വാണ്ട് ടു മേക്ക് ആൻ ഒപ്പീനിയൻ വെൻ ദ ഫയർ വർക്ക്സ് ആർ സ്റ്റിൽ ഓൺ. ഇപ്പോഴും വെടിക്കെട്ട് നടക്കുകയാണ്, അതിനിടയ്ക്ക് ഒരു അഭിപ്രായം പറയുന്നില്ല. ഇതിൽ ആൻ്റണി ഒരു സേഫ് കളിക്കുന്നു. ഇതിനകത്തൊരു സൂചന കൂടെയുണ്ട്, വെടിക്കെട്ട് തീർന്നിട്ടില്ല. പുള്ളി ഉദ്ദേശിക്കുന്ന ഈ പൂരം വെടിക്കെട്ട് തെരഞ്ഞെടുപ്പ് ഒരു ദിവസം തീരുമാനിക്കും. പക്ഷേ ഈ വെടിക്കെട്ട് എപ്പോൾ വീണ്ടും തുടങ്ങും, എപ്പോൾ തീരും എന്ന് ഉറപ്പില്ല. പുള്ളിക്ക് തന്നെ സംശയമുണ്ട്, ഇനി ആരൊക്കെയോ അതിൽ വാതുറക്കാനുണ്ട്. അതിലൊരാൾ പക്ഷേ അജിത് ശാസ്തമംഗലമായിരിക്കും, അഡ്വക്കേറ്റ് അജിത് ശാസ്തമംഗലം. അദ്ദേഹത്തെ നിയമിച്ചു എന്നാണല്ലോ TG നന്ദകുമാർ പറയുന്നത്. ഞാൻ പറഞ്ഞ ആളിനെ നിയമിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കാശും വാങ്ങിച്ചിട്ട് വേറൊരാളെ നിയമിച്ചു. അതിനകത്താണ് ഈ മേജർ പ്രശ്നമുള്ളത്. നന്ദകുമാർ പറഞ്ഞത് ഈ സംഭവം 1ാം UPയുടെ അവസാനം 2ാം UPയുടെ തുടക്കം ആ സമയത്താണ്. എന്ന് വെച്ചാൽ 2009, 8, 9, 10 ആ സമയത്താണ്. അജിത് ശാസ്തമംഗലം എൻ്റെ അറിവിൽ CBI കൗൺസിലാകുന്നത് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞ് പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അതിനു മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു വക്കീലാണ്, സംശയമില്ല. വളരെ സമർത്ഥനായ എമിനൻ്റ് ലോയറാണ് അജിത് ശാസ്തമംഗലം. ബട്ട് ഈ സമയം ഒക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇതേപ്പറ്റി എന്തെങ്കിലും പറയുമെന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ എന്താ നമ്മുടെ ഭാഷയിൽ വാവളപ്പൻ എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു വാവളപ്പനല്ല അജിത് ശാസ്തമംഗലം. ആവശ്യത്തിന് മാത്രം വാതുറക്കുന്ന ആളാണ്. അതെപ്പോൾ തുറക്കണം എപ്പോൾ അടയ്ക്കണമെന്നും അജിത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അദ്ദേഹമായിട്ട് ഈ കോൺട്രവേഴ്സിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളുണ്ട്, അത് പ്രകാശ് ജാവ്ദേക്കറാണ്, BJPയുടെ. പ്രകാശ് ജാവ്ദേക്കറോട് ആരോ ചോദിക്കുന്നു, TG നന്ദകുമാറിനെ അറിയാമോ എന്ന്. ചോദിച്ചു എന്ന് പറയുന്നു, ഞാൻ കേട്ടില്ല. അത് പ്രകാശ് ജാവ്ദേക്കർ എനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറയുന്നു. വിതിൻ നോ ടൈം പ്രകാശ് ജാവ്ദേക്കർ TG നന്ദകുമാറിൻ്റെ കാറിൽ കയറി പോകുന്ന വിഷ്വൽസ് പുറത്തു വരും.
അതും വെറുതെയല്ല. പാർട്ടിയുടെ വണ്ടി അവിടെ കിടക്കുന്നു, ടി ജി നന്ദകുമാറിൻ്റെ ടാക്സി കിടക്കുന്നു, അതും ടൊയോട്ട ഇന്നോവയാണ്. പാർട്ടിയുടെ കാറിന് നേർക്ക് നോക്കുന്നു, ആരോടോ എന്തോ പറയുന്നു, എന്നിട്ട് നന്ദകുമാറിൻ്റെ ടാക്സിയിൽ വന്ന് കയറുന്നു. അത് ടാക്സിയാണ്, മഞ്ഞ ഇതിൽ കറുത്ത അക്ഷരങ്ങളിൽ നമ്പർ എഴുതിയിട്ടുണ്ട്, വ്യക്തമായും അതൊരു ടാക്സിയാണ്. എന്തിന് പ്രകാശ് ജാവ്ദേക്കർ ഇദ്ദേഹത്തിൻ്റെ ടാക്സിയിൽ പോയി? എന്താ ഇവർ തമ്മിൽ ബന്ധം? അതൊരു വലിയ പ്രശ്നമല്ലേ? അത് ജാവ്ദേക്കറും ക്ലിയർ ചെയ്യേണ്ടതാണ്. ബട്ട് സർപ്രൈസിംഗ്ലി ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ഈ വിവാദം അസ്തമിച്ചിരിക്കുന്നു. അനിൽ ആൻ്റണി ഒന്നും മിണ്ടുന്നില്ല, PJ കുര്യൻ മിണ്ടുന്നില്ല, പ്രകാശ് ജാവ്ദേക്കർ മിണ്ടുന്നില്ല, TG നന്ദകുമാറും മിണ്ടുന്നില്ല. ഇന്ന് ആൻ്റണി മിണ്ടാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ആൻ്റണിയാണ് ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട ആദ്യത്തെ മനുഷ്യൻ. അദ്ദേഹം ഈ പൂരം ഫയർ വർക്ക്സ് കഴിയട്ടെ എന്ന് പറയുന്നത് ഒരു മര്യാദയല്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ഒരു അലിഗേഷൻ ആൻ്റണിയുടെ പൊളിറ്റിക്കൽ കരിയറിൽ ത്രൂ ഔട്ട് ഡയറക്റ്റ് വരുന്ന ഏക അലിഗേഷൻ ഇതാണ്. ഇതിനു മുമ്പ് വന്നത്, അന്ന് ആൻ്റണി രാജിവെച്ചു കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന്. ആൻ്റണി സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ. അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്റ്റേറ്റ് മിനിസ്റ്ററാണ് കമൽനാഥ്. കമൽനാഥാണെന്ന് എൻ്റെ ഓർമ്മ, മേ ബി തെറ്റായിരിക്കും. ഇയാൾ ഒരു പഞ്ചസാര ഇമ്പോർട്ടിൽ എന്തോ കാശ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആരോപണം വന്നു. ആൻ്റണി അത് ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷേ അത് പറഞ്ഞിട്ട് ആൻ്റണി രാജിവെച്ചു. എൻ്റെ കീഴിൽ സ്റ്റേറ്റ് മിനിസ്റ്ററായിരിക്കുന്ന ഒരാളിൻ്റെ പേരിൽ ആരോപണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം എനിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രാജിവെച്ച് വിമാനം കയറി ഇവിടെ വന്നിട്ട് ഇവിടെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇവിടെ പോയി ഈ എത്തിക്സ്? അപ്പം ഈ കുംഭകോണത്തിൻ്റെ ആരോപണത്തിൻ്റെ പേരിലാണ് നിങ്ങൾ അവിടെ രാജിവെച്ചതെങ്കിൽ ഇവിടെയും ആരോപണം നിലനിൽക്കില്ലേ? ചെയ്യാൻ പാടില്ലല്ലോ. അത് ചെയ്തു. ഈ ആൻ്റണിയുടെ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ട്രൂത്ത് ഈസ് എ മാറ്റർ ഓഫ് കൺവീനിയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സൗകര്യമുള്ള ഒരു അഭിപ്രായമാണ് സത്യം. പലപ്പോഴും എനിക്ക് സൗകര്യമുള്ള കാര്യമാണ് ഞാൻ സത്യമായിട്ട് ഗൗതമിനോട് പറയുന്നത്. ഗൗതമിന് സൗകര്യമുള്ള സത്യം ഇങ്ങനെ പെറുക്കിയെടുക്കും. ഈ സത്യം പറ്റുമോ എനിക്കോ ഇത് പറ്റില്ല, അതങ്ങ് ഇട്ടുകളെ വേറൊരു സത്യം എടുക്കും. ഇങ്ങനെയാണ് ഈ സത്യത്തിൻ്റെ കളി. അങ്ങനെ സത്യസന്ധനാണ് ആൻ്റണി. പക്ഷേ കാശ് വാങ്ങില്ല കേട്ടോ. കാശ് വാങ്ങിയതായിട്ട് ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ബട്ട് ഇത്ര സീരിയസ് ആയ ഡയറക്റ്റ് ഒരു ആരോപണം വന്നിട്ട് ഞാൻ പിന്നെ പറയാം എന്ന് പറയുന്നത്, ഈ ആരോപണം നിലച്ചു പോകുന്നു. അദ്ദേഹം എന്ത് പറയണമെന്ന് ആലോചിക്കാൻ സമയം വേണമായിരിക്കും. ഗൗതം വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ കാര്യത്തിൽ CPM ചാടി വീണിട്ടില്ല. വാസ്തവത്തിൽ CPM മുതലെടുക്കേണ്ടതില്ലേ? എന്ന് വെച്ചാൽ പ്രകാശ് ജാവ്ദേക്കർ കുഴപ്പത്തിൽ, അനിൽ ആൻ്റണി കുഴപ്പത്തിൽ, AK ആൻ്റണി കുഴപ്പത്തിൽ, ആൻ്റണി കുഴപ്പത്തിൽ, PJ കുര്യൻ കുഴപ്പത്തിൽ, ഇത്രയും പേര് കുഴപ്പത്തിലായിട്ട്, കോൺഗ്രസിലെയും BJPയിലെ ആൾക്കാർ കുഴപ്പത്തിലായിട്ട് ഒരക്ഷരം CPM ഇടണമല്ലോ. എന്തായിരിക്കും? അതല്ലേ, അതാണ് രാഷ്ട്രീയം. എവരിബഡി ഹാസ് ഗോൺ സൈലന്റ് സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ ഈ വീഡിയോ വന്നതിന് ശേഷം നന്ദകുമാറും അപ്രത്യക്ഷനായി, ആ ഇഷ്യൂ അപ്രത്യക്ഷമായി. ഐ ഡോണ്ട് നോ വാട്ട് ഡീൽ വാസ് മെയ്ഡ് ബൈ all these three political combinations in Kerala. So that I don't speak. കാരണം CPM എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് 70 വയസ്സായതിനോ മറ്റോ ഷാളണിയിക്കാൻ പോയത് EP ജയരാജന്. ഗോവിന്ദൻ മാഷിൻ്റെ കേരള രക്ഷാ മാർച്ചോ അങ്ങനെ എന്തോ കുന്തം വരുന്നു എന്ന് പറയുന്നു. അത് ഉപേക്ഷിച്ചിട്ട് നന്ദകുമാറിൻ്റെ അമ്മയുടെ ജന്മദിനത്തിന് EP ജയരാജൻ വരുന്നു. ഇറ്റ് ഈസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ജന്മദിനം ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ഒരു ആശംസ അയച്ചാൽ മതി. ഇനി അഥവാ ഷാൾ പുതപ്പിക്കണമെങ്കിൽ പിന്നീട് എന്നാലും പുതപ്പിക്കാറില്ല. അത്രയ്ക്ക് TG നന്ദകുമാർ പ്രിയപ്പെട്ട ആളാണ്. MV ഗോവിന്ദനേക്കാൾ EP ജയരാജന് പ്രിയപ്പെട്ട ആൾ TG നന്ദകുമാറാണ്. അതുകൊണ്ട് CPM ഒന്നും മിണ്ടുന്നില്ല. പ്രകാശ് ജാവ്ദേക്കറും വളരെ പ്രിയപ്പെട്ട ആളാണ്. അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കർ എന്ത് രാഷ്ട്രീയ ചർച്ച നടത്താനാണ്? നന്ദകുമാർ പറയുന്നു, കാറിലിരുന്നുകൊണ്ട് ഞാൻ പ്രകാശ് ജാവ്ദേക്കറോട് പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിൽ ഗുണം പിടിക്കില്ല, അപ്പടി ഇപ്പടി പറഞ്ഞു എന്നൊക്കെ പറയുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, വാട്ട് ഈസ് ദ ലോക്കൽ സ്റ്റാൻഡ്? ഈ മനുഷ്യന് ആരാ? പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൻ്റെ ഇൻചാർജുള്ള പ്രഭാരി എന്ന് BJPക്കാർ വിളിക്കും. ഈ ഭാരം ചുമക്കുന്നതിനാണ് പ്രകാശ് ജാവ്ദേക്കർ. അങ്ങേർക്ക് TG നന്ദകുമാറിൻ്റെ അടുത്ത് ഒരു ഫീഡ്ബാക്ക് എടുക്കേണ്ട ആവശ്യം എന്താ? ഇനി ഉണ്ടെന്ന് തന്നെ വെച്ചോ,
ഏകദേശം 3 മണിക്കൂർ വരുന്ന ഫ്ലൈറ്റിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ. ആ ഫ്ലൈറ്റിൽ വെച്ച് 3 മണിക്കൂർ സംസാരിക്കാവുന്നേ ഉള്ളൂ. അടുത്തടുത്ത സീറ്റ് അല്ലാന്ന് വെച്ചോ, ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്, ഗൗതം ഇരിക്കുന്നു, മോനെ ഒന്ന് അപ്പുറത്ത് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ആരായാലും മാറിക്കൊടുക്കും. പ്രകാശ് ജാവ്ദേക്കർ ഇസ് എ ഫിഗർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. എത്ര തവണ MP ആയി, മന്ത്രിയായി, ഇങ്ങനെയൊക്കെയാണ്. പ്രകാശ് ജാവ്ദേക്കർ ഞാനൊന്ന് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഇരുന്നോ സാറേ എന്ന് പറയും ആരാണെങ്കിലും. 3 മണിക്കൂർ നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നു. 3-3.25 മണിക്കൂർ എടുക്കും ഡൽഹി ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാക്സിക്കുള്ളിലും സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ദ മൊമെൻറ്റ് പ്രകാശ് ജാവ്ദേക്കർ വിഷ്വൽ കെയിം, ദ ഹോൾ ഇഷ്യൂ വാസ് ക്ലോസ്ഡ്. നൗ നോബഡി ടോക്സ്. BJP പറയുന്നില്ല, കോൺഗ്രസ് പറയുന്നില്ല, CPM പറയുന്നില്ല. ഇപ്പം ആകെ ഈ ഇഷ്യൂ സംസാരിക്കുന്നത് ഞാനും ഗൗതമാണ്. വേറെ ആർക്കും ഒരു ദണ്ണവും ഇല്ല. പ്രതിരോധ രഹസ്യം ചോർന്നതിൽ ഏറ്റവും വലിയ ബഹളം അതായിരിക്കും CPM മിണ്ടാതിരുന്നത്. പ്രതിരോധ രഹസ്യമാണല്ലോ ചോർന്നത്. അതുകൊണ്ടല്ല അയ്യോ അതൊന്നും അവർ വിടുകയൊന്നുമില്ല. ഈ സാധനം TG നന്ദകുമാർ ആയതുകൊണ്ടാണ്. ഞാൻ ഈ ഒരു ചാനൽ റിപ്പോർട്ടറോട് ഞാൻ ചോദിച്ചു, ഞാൻ എറണാകുളത്തൊരു പത്രസമ്മേളനം നടത്തുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നു, പിണറായി വിജയൻ എനിക്ക് 5 കോടി രൂപ തന്നു, എന്നിട്ട് മോദിയുമായിട്ടൊന്ന് കൂട്ടിമുട്ടിക്കണമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തു. സംഭവം 2018-ലാണ്. പിണറായി നിഷേധിക്കട്ടെ, നിഷേധിച്ചാൽ ഞാൻ വീഡിയോ പുറത്തുവിടാം. ഇതാണല്ലോ നന്ദകുമാർ ഏകദേശം പറഞ്ഞത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, മാധ്യമങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞു, ഞാൻ കയറി വരും സ്റ്റേജിലേക്ക്, എന്നിട്ട് ചേട്ടൻ്റെ തോളത്ത് പിടിച്ചിട്ട് പറയും, വാ ചേട്ടാ നമുക്കൊരു ഡോക്ടറെ കാണാം, ചേട്ടൻ കൂടുതൽ പറയണ്ട വാ എന്ന് പറഞ്ഞിട്ട് മെല്ലെ കൂട്ടിക്കൊണ്ട് പോകും. എന്ന് വെച്ചാൽ എൻ്റെ കിളി പോയി എന്നർത്ഥം, വട്ടായി. ഞാൻ പറഞ്ഞു, ഇതുപോലെയല്ലേ നന്ദകുമാറിനോട് പെരുമാറേണ്ടത്? അയാൾ എന്തെങ്കിലും ഭ്രാന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാനലുകാരെല്ലാം കൂടി കാണിക്കുന്ന കാര്യം എന്താ? ആ പറഞ്ഞു, അതാണ് വ്യത്യാസം. ചേട്ടനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, നന്ദകുമാറിനെ ഞങ്ങൾ ലൈവായിട്ട് കാണിക്കും. കാരണം നന്ദകുമാറിന് ഇവരുമൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. ചേട്ടന് കണക്ഷൻ ഇല്ലയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. PG മോഹൻദാസിന് ഈ പറഞ്ഞ വ്യക്തികളുമായിട്ട് ഇപ്പോൾ പിണറായി വിജയനെ കണ്ടിട്ട് പോയി വല്ല ഫോട്ടോ കണ്ടു കാണും. ഇത്രേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് 5 കോടി രൂപ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഈ കക്ഷിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വേഗം എന്നേ ഞങ്ങൾ വിചാരിക്കുകയുള്ളൂ, സ്നേഹമുള്ളതുകൊണ്ട്. അപ്പോൾ നന്ദകുമാർ ഹാസ് ഗോട്ട് കണക്ഷൻസ്, അത് നിഷേധിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ വ്യക്തമായ വീഡിയോ തെളിവുകൾ കണ്ടാൽ കണ്ണിനെ നമുക്ക് അവിശ്വസിക്കാൻ പറ്റുമോ? മാത്രമല്ല ആ നിമിഷം ഇത് ഇല്ലാതെയും പോകുന്നു. എന്തായാലും ആന്റണിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരിക്കും ഇപ്പോൾ. അടുത്ത ചോദ്യം ഇന്ത്യൻ എക്സ്പ്രസ് ചോദിക്കുന്നു, നോക്കിക്കോളൂ. ഈസിൻറ്റ് ഇറ്റ് എ ഗ്രേവ് അലിഗേഷൻ ദാറ്റ് അഫക്ട്സ് നാഷണൽ സെക്യൂരിറ്റി? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗ്രേവ് അലിഗേഷൻ അല്ലേ ഇത്? ഐ നോ ഹൂം ഷുഡ് ഐ റെസ്പോണ്ട് ടു? ഇതാണ് എനിക്കറിയാം ആർക്ക് മറുപടി കൊടുക്കണം. ദാറ്റ് ഈസ് വൈ ഐ സെറ്റ് ലെറ്റ് ദ ഫയർ വർക്സ് ഗെറ്റ് ഓവർ ഓൺ April 26. I will reply. I don't have to prove to anyone my credibility. I am a time-tested politician. ഞാൻ സീസൺഡ് പൊളിറ്റീഷ്യനാണ്. ഞാൻ ആർക്കും മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. April 26 കഴിയട്ടെ. ഏത് രാജ്യസുരക്ഷയുടെ കാര്യമാണ്, എന്തുമായിക്കോട്ടെ, ഞാൻ April 26 കഴിഞ്ഞ് പറയുന്നുള്ളൂ. April 26 കഴിയുമ്പോൾ മിക്കവാറും ഇപ്പം തന്നെ ഇഷ്യൂ തീർന്നു. ഇപ്പം തന്നെ തീർന്നു. ഇനി April 26 എന്ത് തീരാനാ? എനിക്കറിയില്ല. വൈ എവരിബഡി ഈസ് സൈലൻറ്റ് അണ്ടർ സച്ച് എ ഗ്രേവ്. മറ്റേ 25 ലക്ഷം രൂപ എനിക്ക് വിഷയമല്ല. 25 കൊടുത്തു, 25 തിരിച്ചു തന്നു, ഏതോ വക്കീലിനെ വെക്കുമെന്ന് പറഞ്ഞു, വെച്ചില്ല, പോട്ടെ, കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയല്ലോ. ഇതങ്ങനെ അല്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഫോട്ടോ കോപ്പി, പ്രതിരോധ രഹസ്യത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് വിറ്റു എന്നാണ് ആരോപണം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് ആൻ്റണിയല്ലേ? ആൻ്റണിയുടെ നേർക്ക് വരുന്ന ആദ്യത്തെ ഒരു അഴിമതി ആരോപണമാണ്. അതിനെ ആൻ്റണി പറയുന്നത് ഞാൻ പിന്നെ പറയാം. ഐ ഡോണ്ട് നോ. എന്തായാലും വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പുള്ളി സംസാരിക്കുമോ നമുക്ക് കണ്ടറിയാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.